ന്യൂയോർക്ക് സിറ്റിയിൽ പരസ്യ ക്യാമ്പയിൻ ആരംഭിച്ച് ഇസ്രായേൽ. UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗത്തിന് മുന്നോടിയായാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. കൂട്ടക്കൊലയുടെ ദൃശ്യങ്ങളടക്കമുള്ള വെബ്സൈറ്റിലെ QR കോഡ് ഡസൻ കണക്കിന് ബിൽഡിംഗുകളിലും ട്രക്കുകളിലും ഒക്ടോബർ 7 ഓർമ്മിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് ക്യാമ്പയിൻ നടത്തിയത്. UN ആസ്ഥാനത്തിനും ടൈംസ് സ്ക്വയറിനും ചുറ്റുമുള്ള ഡസൻ കണക്കിന് ബിൽബോർഡുകളിലും ട്രക്കുകളിലും ഒക്ടോബർ 7 ഓർക്കുക എന്ന മുദ്രാവാക്യം ഇംഗ്ലീഷിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ തുടങ്ങിയത്. കൂടാതെ ഏകദേശം 2 വർഷം മുൻപ് 1200 പേരുടെ മരണത്തിനിടയാക്കിയ ഹമാസിന്റെ ക്രൂരത വെളിവാക്കുന്ന ഫോട്ടോകളും വീഡിയോകളും അടക്കമുള്ള വെബ്സൈറ്റിന്റെ QR കോഡും ഒപ്പം പ്രദർശിപ്പിച്ചിരുന്നു. ഭീകരസംഘടനയുടെ സങ്കല്പിക്കാനാകാത്ത ക്രൂരതയും 720 ദിവസത്തിന് ശേഷം ഗാസ മുൻപിൽ 48 പേരെ ബന്ദികളാക്കിയതും ഓർമ്മിപ്പിക്കാൻ ഈ പ്രചാരണം ലക്ഷ്യമിടുന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട് ഒക്ടോബർ 7 ഓർമ്മിക്കാൻ പറഞ്ഞതായി സെപ്റ്റംബർ 15 ജെറുസലേമിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ ഇസ്രായേൽ വക്താവ് പറഞ്ഞിരുന്നു. ഒക്ടോബർ 7 ഓർക്കുക, നിരപരാധികളുടെ അവിശ്വസനീയമായ കൂട്ടക്കൊലയും ഓർക്കുക. നമ്മുടെ ബന്ദികളെ നമ്മൾ ഓർക്കണം. അവരെല്ലാവരെയും, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും നെതന്യാഹു പറഞ്ഞു. കൊലപാതകികളെയും ബലാത്സംഗികളെയും കുട്ടികളെ കത്തിക്കുന്നവരെയും അപലപിക്കുന്നതിനു പകരം ഇസ്രായേൽ ദേശത്തിന്റെ ഹൃദയഭാഗത്ത് അവർക്കൊരു രാഷ്ട്രം നൽകാൻ ശ്രമിക്കുന്ന നേതാക്കളെ ഞാൻ അപലപിക്കും. അത് സംഭവിക്കുകയില്ല എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ജൂതരാഷ്ട്രത്തിന്റെ സമീപകാല വിജയങ്ങൾ സൃഷ്ടിച്ച അവസരങ്ങളെക്കുറിച്ചും യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വാഷിംഗ്ടണിൽ ചർച്ച ചെയ്യുമെന്ന് നെതന്യാഹു പറഞ്ഞു. 48 ബന്ദികളുടെ തിരിച്ചുവരവ് ഉറപ്പാക്കുക, ഹമാസിനെ പരാജയപ്പെടുത്തുക, സമാധാന വലയം വികസിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ കാര്യമാണെന്നും ഹമാസിന്റെ ഉന്മൂലനം മാത്രമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.